ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും തന്നെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ കൂടുതൽ സന്തോഷമാകും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മന്തിയാണ്, കുഴിമന്തിയാണ്, ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ അത് എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളും അതേപോലെ വിചാരിക്കുന്നവരെ, നമുക്ക് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ സാഹചര്യമുള്ളവരായിരിക്കണം എന്നില്ല. എല്ലാവരും മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏത് ഫുഡാണോ വേണ്ടത് അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നമുക്കുണ്ടാവണം. എനിക്ക് അത് കുഴിമന്തി ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് എനിക്ക് ഇപ്പോൾ ഞാൻ പറയണത് ഐ വോണ്ട് ഹോട്ട് ചിക്കൻ മന്തി ടുഡേ, എനിക്ക് ചൂടുള്ള നല്ല ചിക്കൻ മന്തി വേണം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് ഒരു മിനിറ്റിലേക്കെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ ഇപ്പം നിങ്ങൾ ഓരോരുത്തരുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണോ അതിൻ്റെ സ്മെല്ല്, ടേസ്റ്റ്, അതിൻ്റെ ഭംഗി, പിന്നെ കഴിക്കുമ്പോഴുള്ള നമ്മുടെ സന്തോഷം, അതെല്ലാം നമ്മളെ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ചൂട് കുഴിമന്തി മയണൈസും ചട്നിയൊക്കെ കൂട്ടി സന്തോഷമായിട്ട് കഴിക്കുന്നതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ കുഴിമന്തിയുടെ സ്മെല്ല് എൻ്റെ മൂക്കിലൂടെ ഞാൻ വിഷ്വലൈസ് മീൻസ് നമ്മളത് അനുഭവിക്കുന്ന പോലെ ഞാനത് ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ളത് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് ഏതൊരു കാര്യത്തിന് നമ്മൾ നന്ദി പറയണം അല്ലേ. അപ്പോൾ നമുക്കത് ഫുഡ് ലഭിക്കുന്നതിന് മുന്നേ ആണെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഒരു കാന്തം പോലെ നമുക്ക് വേഗം ആഗ്രഹം നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ റിലീസ് ചെയ്യുക, എന്നിട്ട് വിശ്വസിക്കുക, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക. നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഫുഡ് നമുക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്തിട്ട് അത് കംപ്ലീറ്റായി ഒഴിവാക്കി നമ്മൾ യൂണിവേഴ്സിൽ തന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇപ്പോൾ അത് നമുക്ക് ദുബായ് ചോക്ലേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആരെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ മന്തി ആണെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് കുക്ക് ചെയ്യാം, വാങ്ങിച്ചിട്ട് വരാം. ഓഫർ കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എസ് പറയും. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് അത് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എസ് പറയുക. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഫാദർ ഒരു സ്ഥലത്ത് പോയി വരുമ്പോൾ എനിക്ക് മന്തി ഇഷ്ടമാണല്ലോ എന്ന് ഓർത്തിട്ട് ആൾ ഒന്നും പറയാതെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പം ഞാൻ ശരിക്കും സർപ്രൈസായിപ്പോയി. നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയിരുന്നു ഫാദർ കൊണ്ടുവന്നപ്പോൾ. എന്നാലും ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചായിരുന്നു. എന്നാലും എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ രാത്രി തന്നെ കുറച്ചും കൂടെ കഴിച്ചായിരുന്നു. അപ്പോൾ അത് വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ അത് വളരെ ടേസ്റ്റുള്ള ഒരു കുഴിമന്തിയും കൂടിയായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഡബിൾ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഉള്ളത് ഇങ്ങനെയാണ് നമുക്ക് നോർമലി കിട്ടുക. പിന്നെ നമ്മൾ അഫർമേഷൻസും കൂടി അതിൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ അതും ചൊല്ലിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും അഫേം ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ പറയാം. അതായത് ഇപ്പം ഐ എം അട്രാക്റ്റിംഗ് മൈ ഫേവറേറ്റ് ഫുഡ് എവറി ഡേ എന്ന് പറയാം. പിന്നെ ഐ എം അട്രാക്റ്റിംഗ് ചിക്കൻ മന്തി ടുഡേ, അങ്ങനെ എന്തുവാണെങ്കിലും പറയാം. അപ്പോൾ ഞാൻ ഇത്രയും ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടാവും. അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്കൊരു ഡൗട്ട് ഇപ്പോഴും ഉണ്ടാവും. ഇപ്പം കേൾക്കുന്നവർക്ക് ഉണ്ടാവും ഇത് നടക്കുമോ, വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വിശന്നിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡായിരിക്കും നിങ്ങൾക്ക് കഴിക്കാനായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ
നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.